ഹലോ, അനന്യാസ് ഫാമിലിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഞാനും സുഖമായിരിക്കണു. ഇപ്പോൾ ഇതാ ഞാൻ ഈ വീഡിയോ നാട്ടിൽ ഉള്ള സമയത്ത് എടുത്തു വെച്ചൊരു വീഡിയോ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡൽഹിയിൽ തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ നാട്ടിലുള്ള വീഡിയോകളെല്ലാം ഇട്ടതിന് ശേഷം പിന്നെ ഡൽഹിയിലെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണേ. അങ്ങനെ ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ചക്ക കിട്ടിയ സമയത്ത് രണ്ട് വീട്ടിൽ നിന്ന് ആയിട്ട് 2 ചക്ക കിട്ടിയിട്ടോ. അപ്പം എല്ലാം ഒരുമിച്ച് നമുക്കൊരു ദിവസം ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്ത് കവറിൽ ചക്ക ചുള ഇരിഞ്ഞ് വെക്കും കേട്ടോ. ഇരിഞ്ഞിട്ട് ഞങ്ങൾ കവറിലാക്കി വെച്ച് ഫ്രിഡ്ജിൽ വെക്കുക ചെയ്യാറ്. അപ്പം നമുക്ക് 2 ദിവസത്തിന് എന്തായാലും ഒന്നും ആവില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ വൈകുന്നേരങ്ങളിലാണ് ഈ ചക്ക കൂടുതലും ഉപയോഗിക്കുക. ചക്ക വേവിച്ച് ചക്ക എലിശ്ശേരി അങ്ങനെയൊക്കെ വെക്കൂലേ. ഞാൻ വെക്കുന്ന ചക്ക വെക്കുന്നൊരു രീതി കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഞാൻ ചക്ക ചെറുതായി അരിഞ്ഞ് എടുക്കുകയാണ് ചെയ്യണത്. കുക്കറിലാകുമ്പോൾ 2-3 വിസിലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചക്ക വേവുമല്ലോ. അപ്പോൾ ഞാൻ കുഞ്ഞായിട്ട് ചക്ക അരിഞ്ഞിട്ടു. എന്നിട്ട് ഞാനതിൽ 2 ചക്കേൻ്റെ കുരു ഇടുന്നുണ്ട് കേട്ടോ. അത് ചക്കേൻ്റെ കുരു ഇടുക എന്ന് പറയുന്നത് ഈ വീട്ടിലൊക്കെ പറയുന്നത് ഞാൻ കേട്ടതാണ്, നുണച്ചിക്കുരു എന്ന് പറയും. ചക്കയ്ക്ക് തിന്നാൻ ആർക്കാണോ കൂടുതൽ ഇഷ്ടം അവർക്കാണ് ഈ നുണച്ചിക്കുരു കിട്ടുക എന്നൊക്കെയാണ് പോലും പറയാറ്. അപ്പം പിന്നെ അങ്ങനെ ചെറുപ്പം മുതലേ ഇതൊക്കെ കേൾക്കുന്നതാണ്, അച്ചമ്മയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാനും ചക്ക അരിഞ്ഞ സമയത്ത് ഞാനും 2 കുരു അതിലിട്ട് കേട്ടോ. ചക്ക ചെറുതായി അരിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഉപ്പ് ചേർത്തു. പിന്നെ ഒരു ഗ്ലാസ് വെള്ളവും ചേർത്തു കേട്ടോ. വെള്ളവും ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തു. ഞാനങ്ങനെ കയ്യിലുകൊണ്ട് ഇളക്കിയെല്ലാം കുക്കർ കൊണ്ട് തന്നെ അങ്ങനെ ഇളക്കി ഇതാക്കിയതാട്ടോ ചെയ്തത്. അങ്ങനെ ഞാൻ കുക്കറൊക്കെ അടച്ചു വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു 3 വിസിൽ വരുന്ന വരെ നമ്മൾ ചക്കയ്ക്ക് ഒരു 3 വിസിൽ മതി. ഒരു 3 വിസിൽ അടുപ്പിച്ച് വെച്ചു കേട്ടോ. പിന്നെ അതിൻ്റെ ഇതൊക്കെ എയറൊക്കെ പോയതിന് ശേഷം നമ്മൾ അതിൽ ചക്കയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളക് പൊടി ചേർത്തിട്ടില്ല, പകരം പച്ചമുളക് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഞാനിതാ കുറച്ച് തേങ്ങ എടുത്തു. കുറച്ച് തേങ്ങയിലേക്ക് പിന്നെ ഒരു 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 3-4 പച്ചമുളക് ഞാനിട്ടു. പിന്നെ കുറച്ച് ജീരകം ചേർക്കുമ്പോൾ ചക്കയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ജീരകവും ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്ത കേട്ടോ. നന്നായി എന്ന് പറഞ്ഞാൽ പേസ്റ്റ് പോലെയല്ല, ഇങ്ങനെ നമ്മൾ അവിയലിനൊക്കെ അരയ്ക്കുന്നൊരു പാകം ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഒരു 3 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പം വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ചേർക്കണം, നല്ലതാണ്. അപ്പോൾ ഒരു ടേസ്റ്റ് ആണല്ലോ ചക്കയ്ക്ക്. കുറച്ച് വെളുത്തുള്ളി കൂടിയാലും നല്ലതാണ്, ടേസ്റ്റുമാണ്, പിന്നെ വയറിനും നല്ലതാണ്. ഇതിപ്പോൾ ഞങ്ങൾ രാത്രി ഡിന്നറിന് വേണ്ടിയിട്ടാണ് ഈ ചക്ക പുഴുക്ക് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ചക്കയും കട്ടൻ ചായയും ആയിരിക്കും മിക്ക ദിവസവും രാത്രികളിൽ ഉണ്ടാവുക. നാട്ടിലായിരുന്നപ്പം നല്ല രസമാണ്. എന്നും പഴുത്ത ചക്കയും എല്ലാം കിട്ടുമായിരുന്നു കേട്ടോ. പക്ഷെ തിരിച്ച് നമ്മൾ ഡൽഹിയിൽ വന്നപ്പോഴാണ് അതിൻ്റെ ഭയങ്കര ഒരു ഫീലിംഗ് ആയിപ്പോയത്. എന്നും ചക്ക ഉണ്ടാകുമ്പോൾ നമുക്ക് അതിനത്ര ഒരു വില ഉണ്ടായിരുന്നില്ല അന്ന്. ആ ഒരു പരുവത്തിനാണ് ഞാൻ തേങ്ങ അരച്ചത്. എന്നിട്ട് നമ്മൾ കുക്കറിന് വിസിൽ എല്ലാം എയറെല്ലാം പോയതിന് ശേഷം
നമ്മൾ ചക്ക അതിൽ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് എടുക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നന്നായി വെന്തിട്ടുണ്ട്. ആ 3 വിസിലടിച്ചപ്പോൾ തന്നെ ചക്ക അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്നിട്ട് ആ അരച്ച് വെച്ച തേങ്ങാക്കൂട്ട് ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി കൊടുത്തിട്ട് ഞാൻ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചതാട്ടോ ചെയ്തത്. അല്ല നമ്മൾ കടുക് വറവ് ഇടുക ഒന്നുമില്ല കേട്ടോ. കറിവേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് തേങ്ങ നന്നായിട്ട് അതിലിട്ടിട്ട് നന്നായിട്ട് കയ്യിലുകൊണ്ട് ഇങ്ങനെ നന്നായി ഇളക്കി എടുത്താൽ മതി കേട്ടോ. അപ്പം തന്നെ നല്ല മണം ഒക്കെ വരും, നല്ല ടേസ്റ്റും ആണേ. അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വെളിച്ചെണ്ണ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം, കടുക് വേണമെങ്കിൽ പൊട്ടിച്ചിടാം. ഞാനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അന്ന് പറഞ്ഞാൽ ചക്കേൻ്റെ കൂടെ മീൻകറി എന്തോ ഉണ്ടായിരുന്നേ. മീൻകറി ഉള്ളതുകൊണ്ട് നമ്മൾ പിന്നെ കടുകും ഒന്നും പൊട്ടിച്ചിട്ടുണ്ടായില്ല കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോ. എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും ഞാൻ ഉണ്ടാക്കിയ രീതി ഒന്ന് കാണിച്ചെന്ന് മാത്രം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.